ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നാം വെളിപാട് 14 അധ്യായമാണ് പഠനത്തിനായും വിചിന്തനത്തിനായും എടുക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ 14 അധ്യായം 6-7 വാക്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് നമ്മൾ 8ാമത്തെ വാക്യമാണ് പഠനത്തിനായിട്ട് എടുക്കുക. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. രണ്ടാമതൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞു, അവനെ അനുഗമിച്ചു. ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന മഹാബാബിലോൺ വീണുപോയി. 14 അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് സിയോൺ മലമേൽ നിൽക്കുന്ന 144,000 പേരുടെ വിവരണമാണ് നമ്മൾ കണ്ടത്. അവരുടെ വിവരണത്തിന് ശേഷം ശ്രദ്ധ മറ്റുള്ളവരിലേക്കാണ് തിരിയുക, ഭൂവാസികളുടെ മേൽ. 144,000 പേര്, അതായത് ദൈവജനം മുഴുവൻ, യേശുവിനെ അനുഗമിക്കുന്നവർ മുഴുവൻ യേശുവിനോടൊപ്പം സിയോൺ മലയിലാണ് എങ്കിൽ ഭൂവാസികളുടെ അവസ്ഥ എന്തായിരിക്കും? എന്താണ് അവർക്കുള്ള സന്ദേശം? 14 അധ്യായത്തിൽ 2ാം ഭാഗത്ത് ആ ഒരു കാര്യമാണ് ഇവിടെ നാം കാണുക. രണ്ടാമത്തെ ആ ദൂതൻ വരുമ്പോൾ മഹാബാബിലോൺ വീണുപോയി എന്ന് പറയുന്നു. അപ്പം അതിന് മുമ്പ് ജനതകളോട് സനാതന സുവിശേഷം പ്രസംഗിക്കുന്നത് നാം കാണുന്നുണ്ട്. 6ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ഭൂവാസികളോടും ഓരോ ജനതയോടും ഗോത്രത്തോടും ഭാഷയോടും ജനത്തോടും വിളംബരം ചെയ്യാനുള്ള ഒരു സനാതന സുവിശേഷം അവൻ്റെ പക്കലുണ്ട്. ഇപ്പം എന്തുകൊണ്ടാണ് അവർക്ക് ഈ സനാതന സുവിശേഷം അരുൾ ചെയ്യപ്പെടുന്നത്? 11ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നു, 2 സാക്ഷികളുടെ സാക്ഷ്യത്തിന് ശേഷം ഭൂവാസികളെല്ലാം ഭയപ്പെടുന്നതും ദൈവത്തിന് മഹത്വം നൽകുന്നതും. അതായത് സാക്ഷ്യത്തിൻ്റെ ആ 2 പേരുടെ സാക്ഷ്യത്തിൻ്റെ ഫലമായിട്ട് അവർ ദൈവത്തിന് മഹത്വം നൽകുന്നത് നാം കാണുന്നുണ്ട്. അതായത് ദൈവജനത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈ ജനതകളുടെ മാനസാന്തരമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ സർവരും അവിടുത്തെ പക്കൽ എത്തണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ കൂടുതൽ വിശദീകരണമാണ് നാം ഈ ഭാഗത്ത് കാണുക. ഇപ്രകാരമാണ് ഈ ദൈവജനത്തോടൊപ്പം തന്നെ സർവ്വജനതകളും ദൈവത്തിൻ്റെ പക്കലേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ആമുഖ വിവരണമാണ് ഈ 14 അധ്യായത്തിൽ നാം കാണുക. ഇപ്പം ആദ്യ ഭാഗത്ത് 3 ദൂതന്മാരുടെ വിവരണത്തിൽ ആദ്യം ഈ ഭൂവാസികളോടുള്ള ഈ സന്ദേശം എന്നിട്ട് അവരോട് പറയുന്നു, ദൈവത്തെ ഭയപ്പെടുകയും അവിടത്തേക്ക് മഹത്വം നൽകുകയും ചെയ്യുക, ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക, അവിടത്തേക്ക് മഹത്വം നൽകുക എന്ന് പറയുന്നതോടൊപ്പം തന്നെ അവർ ആരിലാണോ ആശ്രയം വെച്ചിരുന്നത് ആ ശക്തിയുടെ തകർച്ചയാണ് നാം ഇവിടെ 8ാമത്തെ വാക്യത്തിൽ കാണുക. 8ാമത്തെ വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കാം. രണ്ടാമതൊരു ദൂതൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അനുഗമിച്ചു, ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന മഹാബാബിലോൺ വീണുപോയി. മഹാബാബിലോണിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടിരുന്നു. ബാബിലോൺ തിന്മയുടെ ഒരു ആവാസ കേന്ദ്രമായിട്ടാണ് പഴയ നിയമത്തിൽ അറിയപ്പെടുക. ഇസ്രായേൽ ജനതയെ അടിമത്തത്തിലേക്ക് നയിച്ച, അവരെയെല്ലാം അടിച്ചമർത്തിയ തിന്മയുടെ ഒരു സാമ്രാജ്യമായിട്ടാണ് ബാബിലോൺ അറിയപ്പെടുക. ഇവിടെ വെളിപാട് ഗ്രന്ഥത്തിലും ആ ഒരു പ്രതീകം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നവളാണ് അവൾ. അവളുടെ സമ്പത്ത് കൊണ്ട്, അവളുടെ ആർഭാടം കൊണ്ട് ജനതകളെയെല്ലാം മയക്കി
അവളിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ആ ബാബിലോണിൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. മഹാബാബിലോൺ വീണുപോയി. ഈ ഒരു പ്രയോഗം പഴയ നിയമത്തിലെ ഏശയ പ്രവാചകൻ്റെയും ജെറമ്യ പ്രവാചകൻ്റെയും വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ഏശയ 21 അധ്യായത്തിൽ 9 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു: ഇത് 2 കുതിരകളെ പൂട്ടിയ രഥങ്ങൾ വരുന്നു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞു, വീണുപോയി, ബാബിലോൺ വീണുപോയി, അവളുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളെല്ലാം അടിച്ചുടയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജെറമ്യ 51:8 പറയുന്നു, ബാബിലോൺ പെട്ടെന്ന് വീണു തകർന്നു, അവളെ ഓർത്ത് വിലപിക്കുവിൻ. ഇപ്പോൾ ബാബിലോൺ തകർക്കപ്പെടുന്നത് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ പറയുന്നു. അപ്പോൾ ആ ഒരു ചിത്രം എടുത്തുകൊണ്ട് തന്നെ വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നു, മഹാബാബിലോൺ വീണുപോയി. അപ്പോൾ ഇത് ഈ ബാബിലോണിൻ്റെ വീഴ്ചയുടെ ഭയാനകത സൂചിപ്പിക്കാനായിട്ടാണ് ഇത് 2 പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ ജനതകൾ അവർ ആശ്രയിച്ചിരുന്ന ആ ബാബിലോൺ അത് വീഴുന്നത് കണ്ട് എങ്കിലും ദൈവത്തെങ്കിലേക്ക് മനസ്സ് തിരിയണം എന്നാണ് ഗ്രന്ഥകാരൻ ഇവിടെ അർത്ഥമാക്കുന്നത്. ഇപ്പോൾ വീണുപോയി നാം ഇത് വീണ്ടും 17-18 അധ്യായങ്ങളിൽ ബാബിലോണിനെക്കുറിച്ചും ബാബിലോണിൻ്റെ തകർച്ചയെക്കുറിച്ചുമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്ന കാര്യം അതിപ്പോൾ തന്നെ വീണുപോയി എന്ന് ഭൂതകാലത്തിൽ പറയുമ്പോൾ ഇതിൻ്റെ വീഴ്ച അത്ര സുനിശ്ചിതമാണ് എന്നാണ് ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അവരുടെ കണ്ണുകളിൽ ഈ ജനതകളുടെ കണ്ണുകളിൽ റോമ സാമ്രാജ്യം ഇപ്പോഴും തഴച്ചു വളരുന്നു. പക്ഷേ നിശ്ചയമായി സംഭവിക്കാൻ പോകുന്ന കാര്യം ഇവിടെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പം മൃഗത്തെ പിഞ്ചെല്ലുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇവിടെയുള്ളത്. ഈ 14-ാം അധ്യായത്തിൽ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് ഇവിടെ വിവരിക്കുക. അപ്പോൾ സനാതന സുവിശേഷം ലോകം ദൈവത്തിൻ്റെ രാജ്യമായി മാറുമെന്ന ഒരു സന്ദേശം ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഈ ജനതകളെല്ലാം, ഭൂവാസികളെല്ലാം മാനസാന്തരപ്പെട്ട് അവിടുത്തെ പക്കലേക്ക് വരും. അതോടൊപ്പം തന്നെ ഈ ഭൂമിയെ നശിപ്പിക്കുന്നവർ അവരുടെയൊക്കെ നാശം ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇപ്പം എല്ലാവരും ദൈവത്തെ ഭയപ്പെടുകയും ആരാധിക്കുകയും ചെയ്യുവിൻ എന്ന് ദൂതൻ ആഹ്വാനം ചെയ്യുന്നു. ഇനി ആ ദൂതൻ്റെ ആഹ്വാനം ശ്രവിക്കാത്തവർക്കുള്ള ആ ഒരു സന്ദേശമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവർ ആശ്രയിച്ചിരിക്കുന്ന ബാബിലോൺ ഇതാ നിബന്ധിച്ചിരിക്കുന്നു. ഇനി ഇവർ ആശ്രയിക്കുന്ന ബാബിലോൺ തകർക്കപ്പെട്ടുവെങ്കിൽ ഇനി എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് എന്നാണ് ഭൂവാസികൾക്കുള്ള സന്ദേശം. അപ്പോൾ ഇവിടെ ഈ ദൂതൻ്റെ സന്ദേശം വഴി ഗ്രന്ഥകാരൻ അർത്ഥമാക്കുന്ന ഇതാണ്: ദൈവത്തെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് നിങ്ങൾക്കുള്ള ആഹ്വാനം. ഇനി നിങ്ങൾ ആശ്രയിക്കുന്ന ആ വലിയ ശക്തി റോമ സാമ്രാജ്യം അതിതാ തകർന്നു പോയിരിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവം മാത്രമാണ് എന്നും നിലനിൽക്കുന്നവൻ. ഇനി തുടർന്ന് 9-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മൂന്നാമതൊരു ദൂതൻ വന്ന് ഉച്ചസ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവരെ അനുഗമിച്ചു. ആരെങ്കിലും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ അടയാളം സ്വീകരിക്കുകയോ ചെയ്താൽ ദൈവകോപത്തിൻ്റെ വീഞ്ഞ് അവിടുത്തെ ക്രോധത്തിൻ്റെ പാനപാത്രത്തിൽ അവൻ കലർപ്പില്ലാതെ പകർന്നു കുടിക്കും. വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെയും മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും അവൻ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ നാം ഇവിടെ കാണുന്നത് ബാബിലോണിൻ്റെ തകർച്ച വിവരിച്ച ശേഷം വീണ്ടും ഒന്നുകൂടി ഈ ജനതയോട്, ഭൂവാസികളോട് പറയുകയാണ്: ഇനി ഈ സാമ്രാജ്യ ശക്തികളെ, ഈ മൃഗങ്ങളെ, തിന്മയുടെ അവതാരങ്ങളായ മൃഗങ്ങളെ പിഞ്ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഉച്ചസ്വരത്തിൽ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്നവയുടെ ആ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുക. ഇവിടെ 2
മൃഗങ്ങളുടെ സൂചന. നാം ഈ 2 മൃഗങ്ങളെക്കുറിച്ച് 13-ാമത്തെ അധ്യായത്തിൽ കണ്ടിരുന്നു. അപ്പോൾ ഈ 2 മൃഗങ്ങളെക്കുറിച്ചുള്ള സൂചനയും ഇവിടെയുണ്ട്. മൃഗത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം അവകാശപ്പെടുന്ന ആദ്യത്തെ മൃഗത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചക്രവർത്തി ദൈവമാണ് എന്ന് പ്രഖ്യാപിക്കുകയും തന്നെ ആരാധിക്കണമെന്ന് ആ ഭൂവാസികളോട്, ജനതകളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്, അവരോട് ആജ്ഞാപിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചക്രവർത്തിയോടുള്ള ആരാധന അത് മൃഗത്തോടുള്ള ആരാധന തന്നെയാണ്, അതായത് പൈശാചിക ശക്തികളോടുള്ള ആരാധന തന്നെയാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ മൃഗത്തെ ആരാധിക്കുക എന്നാൽ ചക്രവർത്തി ആരാധനയിൽ പങ്കുചേരുകയാണ്, പൈശാചിക ശക്തികളെ പിൻചെല്ലുകയാണ്. അപ്പോൾ ഈ വിഗ്രഹാരാധനയുടെ ആ തനിനിറം ഇവിടെ തുറന്നു കാട്ടുകയാണ് ചെയ്യുക. ഇനി രണ്ടാമത് മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുക എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുക, നാം ഇതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുക, അതായത് ഈ മൃഗം സൂചിപ്പിക്കുന്ന വ്യവസ്ഥിതികളോട് ഒന്ന് ചേർന്ന് പോകുക. അപ്പോൾ ആ മൃഗത്തിൻ്റെ അടയാളമുള്ളവർക്ക് മാത്രമേ കൊടുക്കാനും വാങ്ങാനും ഒക്കെ സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടായിരുന്നു. അതായത് ആ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ആ മൃഗത്തിൻ്റെ അടയാളം വേണം. ആ സാമ്രാജ്യത്തിൽ പങ്കുചേരുന്നതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ് ഈ അടയാളം സ്വീകരിക്കുക എന്നത്. അപ്പോൾ അടയാളം സ്വീകരിക്കുന്ന വഴിയായിട്ട് ആ മൃഗത്തിൻ്റെ സ്വന്തമായി തീരുന്നു, ആ വ്യവസ്ഥിതികളുടെ സ്വന്തമായി തീരുന്നു. അപ്പോൾ ഇതും ദൈവത്തിന് എതിർ നിൽക്കുകയാണ്. അപ്പോൾ അടയാളം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുദ്രയ്ക്ക് വിപരീതമാണെന്ന് നമ്മൾ കണ്ടു. 7-ാമത്തെ അധ്യായത്തിൽ ദൈവജനം നെറ്റിയിൽ മുദ്ര പതിപ്പിക്കപ്പെടുന്നതും അതുപോലെ തന്നെ പിന്നീട് ഭൂവാസികൾ മൃഗത്തെ പിഞ്ചെല്ലുന്നവർ കയ്യിൽ അടയാളം സ്വീകരിക്കുന്ന ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുദ്ര സ്വീകരിച്ച ദൈവജനത്തിൽ നിന്നും വ്യത്യസ്തരാണ് മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവർ. അപ്പോൾ ഈ അടയാളം സ്വീകരിക്കുന്നവർക്ക് സംഭവിക്കുന്ന കാര്യമാണ് തുടർന്ന് പറയുക, ദൈവകോപത്തിൻ്റെ വീഞ്ഞ്. അപ്പോൾ ദൈവകോപത്തിൻ്റെ വീഞ്ഞ് എന്നുള്ള പ്രയോഗം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് തന്നെ വീണ്ടും നമുക്ക് കടന്നു ചെല്ലണം. നാം വാക്യം ഒന്ന് വായിക്കാം. മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ ആരാധിക്കുകയോ നെറ്റിയിലോ കയ്യിലോ അടയാളം സ്വീകരിക്കുകയോ ചെയ്താൽ ദൈവകോപത്തിൻ്റെ വീഞ്ഞ് അവിടുത്തെ ക്രോധത്തിൻ്റെ പാനപാത്രത്തിൽ അവൻ കലർപ്പില്ലാതെ പകർന്ന് കുടിക്കും. ഇപ്പോൾ ദൈവകോപത്തിൻ്റെ വീഞ്ഞ് എന്നുള്ള ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 51-ാം അധ്യായം 17-ാമത്തെ വാക്യം, ക്രോധത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കരത്തിൽ നിന്ന് വാങ്ങിക്കുടിക്കുകയും പരിഭ്രാന്തിയുടെ പാനപാത്രം മട്ടുവരെ ഊറ്റിക്കുടിക്കുകയും ചെയ്ത ജെറുസലേമേ ഉണരുക, ഉണർന്നെഴുന്നേൽക്കുക. അപ്പോൾ അവിടെ ജെറുസലേമിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറയുക. പക്ഷേ അവിടെ ആ ദൈവകോപത്തിൻ്റെ വീഞ്ഞ്, അത് ദൈവക്രോധത്തിൽ ക്രോധം അവരുടെ മേൽ വീഴുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറയുക. അതുപോലെ തന്നെ ജെറമിയ 25:15-16, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക. അവർ അത് കുടിക്കും. ഞാൻ അവരുടെ മേലയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചുള്ള വിവരണങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ കലർപ്പില്ലാതെ കുടിക്കുക എന്ന് പറയുന്നതിന് ഒരു അർത്ഥം പറയുന്ന ഇപ്രകാരമാണ്. ഈ അന്നാളുകളിൽ അവർ വീര്യമേറിയ വീഞ്ഞ് അവർ വെള്ളം ചേർത്ത് ആണ് അവർ കുടിച്ചിരുന്നത്. അപ്പോൾ കലർപ്പില്ലാതെ കുടിക്കുക എന്ന് പറയുമ്പോൾ അത് കുടിച്ച് അവർ ഉന്മത്തരാകുന്നു. അതുപോലെ ആ ഉന്മത്തരാകുന്ന അവർ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനത്തിന് പാത്രമാവുകയും ചെയ്യുന്നു. അപ്പോൾ കലർപ്പില്ലാതെ കുടിക്കുക എന്ന് പറയുമ്പോൾ ആ ദൈവകോപത്തിൻ്റെ ആ തീവ്രത തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ രാജാരാധനയിൽ പങ്കുചേരാത്തവരെ സാമ്രാജ്യം പീഡിപ്പിച്ചെങ്കിൽ വിഗ്രഹാരാധനയിൽ പങ്കുചേരുന്നവർ ദൈവകോപത്തിന് ഇരയാകുന്നത് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ രാജാരാധനയിൽ പങ്കുചേരാത്തവരെ
അധികാരികൾ പീഡിപ്പിക്കുന്നു. പക്ഷെ അതിന് വിരുദ്ധമായിട്ട് ഈ വിജാതീയ ആരാധനയിൽ, വിഗ്രഹാരാധനയിൽ പങ്കുചേരുന്നവരെല്ലാം ദൈവകോപത്തിന് അർഹരാകുന്നു. അപ്പോൾ ഇവിടെ ഇതെല്ലാം സൂചിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ ശിക്ഷകളെ കണ്ടെങ്കിലും ഈ ഭൂവാസികൾ, ഈ ജനതകൾ ദൈവത്തെങ്കിലേക്ക് തിരികെ വരണം. പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ, അഗ്നിയുടെയും ഗന്ധകത്തിൻ്റെയും പ്രതീകം, അത് നമുക്കറിയാം, അത് പഴയ നിയമത്തിൽ നിന്ന് തന്നെ എടുത്തിരിക്കുന്ന പ്രതീകങ്ങളാണ്. സോദോമിൻ്റെയും ഗൊമോറയുടെയും ഒക്കെ വിവരണത്തിൽ ഈ അഗ്നിയുടെയും ഗന്ധകത്തിൻ്റെയും ഒക്കെ സൂചനകളൊക്കെ ഉണ്ട്. ഉൽപ്പത്തി 19-ാമത്തെ അധ്യായത്തിൽ 24-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ലോത്ത് സോവാറിലെത്തിയപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. കർത്താവ് 24-ാമത്തെ വാക്യത്തിൽ, കർത്താവ് ആകാശത്തിൽ നിന്ന് സോദോമിലും ഗൊമോറയിലും അഗ്നിയും ഗന്ധകവും വർഷിച്ചു. അപ്പോൾ അവിടെ അവരെ ശിക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. അപ്പോൾ ദുഷ്ടത വാണിരുന്ന ഈ നഗരങ്ങളെയെല്ലാം നശിപ്പിക്കുന്നതാണ് പഴയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർ, അവരും ഈ ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ട് അവരും വധിക്കപ്പെടുന്നു, അവരും നശിപ്പിക്കപ്പെടുന്നു. ഇനി നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ രാജകൽപ്പന പാലിക്കാത്തവർ തീകുണ്ഡത്തിൽ എറിയപ്പെടുന്നു കാണുന്നുണ്ട്. പക്ഷേ അവിടെ അവരെയെല്ലാം ദൈവം രക്ഷിക്കുന്നതും നാം കാണുന്നു. പക്ഷേ ഇവിടെയാകട്ടെ ഈ വ്യാജ ആരാധകർ എല്ലാം അഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുന്നു. പിന്നീട് നമ്മൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അവരെല്ലാവരും അഗ്നികുണ്ഡത്തിലേക്ക്, ഗന്ധകത്തടാകത്തിലേക്ക് എറിയപ്പെടുന്നതും നശിപ്പിക്കപ്പെടുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിശുദ്ധ ദൂതന്മാരുടെയും കുഞ്ഞാടിൻ്റെ മുമ്പാകെ അഗ്നിയാലും ഗന്ധകത്താലും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞാട് നടപ്പാക്കുന്ന വിധി തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവിടുത്തെ രക്ഷാകര പ്രവൃത്തിയുടെ മറുവശമാണ് ഇവർക്കുള്ള ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ 2 വിധത്തിലാണുള്ളത്. ഒന്ന്, തൻ്റെ ജനത്തെ അവിടുന്ന് സംരക്ഷിക്കുന്നു, അതോടൊപ്പം തന്നെ തൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും വ്യാജാരാധനയിൽ പങ്കുചേരുകയും ചെയ്യുന്നവരെല്ലാം അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഇനി ഇവരുടെ പീഡനത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു. 11-ാമത്തെ വാക്യത്തിൽ, അവരുടെ പീഡനത്തിൻ്റെ പുക എന്നേക്കും ഉയരുന്നു, മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും ആരാധിക്കുന്നവർക്കും അതിൻ്റെ നാമത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവർക്കും രാവും പകലും ആശ്വാസമില്ല. ഇവിടെ പൈശാചിക ശക്തികളുടെ പിന്നാലെ പോകുന്നവർ, അവർ ഉന്മൂലനം ചെയ്യപ്പെടുന്നതാണ് ഇവിടെ അർത്ഥമാക്കുക. ഇപ്പോൾ മൃഗം നമുക്കറിയാം, അത് പൈശാചിക ശക്തിയുടെ സാമൂഹ്യ രാഷ്ട്രീയ രൂപങ്ങളാണ്. അപ്പോൾ ഈ രാജാരാധനയിൽ പങ്കുചേരുന്ന ഇവരെല്ലാം നിത്യകാലത്തേക്ക് എന്നേക്കും പീഡിപ്പിക്കപ്പെടുന്നതാണ് ഇവിടെ വിവരിക്കുക. അപ്പോൾ ദൈവിക മുദ്രയ്ക്ക് വിപരീതമായ മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നവർ, അപ്പോൾ അവിടുത്തെ നാമത്തിൻ്റെ അടയാളം, അതിൻ്റെ നാമത്തിൻ്റെ അടയാളം എന്ന് പറയുന്നതും അതുതന്നെയാണ്. അപ്പോൾ ആ ശക്തിയുടെ പിന്നാലെ പോവുക, തിന്മയുടെ ആ ശക്തിയുടെ പിന്നാലെ പോവുക എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അന്നുണ്ടായിരുന്ന ആ തിന്മ നിറഞ്ഞ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥിതികളിൽ പങ്കുചേരുന്നവർ, അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും എന്നാണ് വെളിപാട് ഗ്രന്ഥകാരൻ ഇവിടെ വിവരിക്കുക. ഇനി എന്നേക്കും ആ പുക ഉയർന്നുകൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അവർക്കുള്ള നിത്യകാലത്തേക്കുള്ള ശിക്ഷ തന്നെയാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ തിന്മയ്ക്കോ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്കോ നിലനിൽപ്പില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക. അപ്പോൾ ഇവിടെ ഈ ആദ്യ ഭാഗത്ത് ഈ 2 ദൂതന്മാർ വന്ന് ശിക്ഷ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് ഇവിടെ ഗ്രന്ഥകൻ അർത്ഥമാക്കുന്നത്? അപ്പോൾ ആദ്യം നമ്മൾ കണ്ട സിയോൺ മലമേൽ നിൽക്കുന്ന 144,000 പേര്, അവർക്ക് ലഭിക്കുന്ന ദൈവിക സൗഭാഗ്യം. ഇനി അതിൻ്റെ മറുവശം ഭൂവാസികളുടെ അവസ്ഥ. അപ്പോൾ ഭൂവാസികൾ അന്നുണ്ടായിരുന്ന ആ സാമ്രാജ്യ ശക്തികളെ, ആ രാഷ്ട്രീയ വ്യവസ്ഥകളെയെല്ലാം അതാണ് നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു ചിന്തയാൽ അതിൻ്റെ പിന്നാലെ പോകുന്നു. പക്ഷേ ഇവയ്ക്കൊന്നും നിത്യകാലത്തേക്കുള്ള നിലനിൽപ്പില്ല എന്ന് ഗ്രന്ഥകാരൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ മൃഗത്തിൻ്റെ പിന്നാലെ പോകുന്നവർ, ഈ
വ്യവസ്ഥകളുടെ, ഈ തിന്മ നിറഞ്ഞ വ്യവസ്ഥകളുടെ പിന്നാലെ പോകുന്നവർ അവർ ഉന്മൂലനം ചെയ്യപ്പെടും എന്ന് ഇവിടെ ഗ്രന്ഥകാരൻ വ്യക്തമാക്കുന്നു. അപ്പോൾ ഈ ബാബിലോണിൻ്റെയും ഇനി ഇതിൻ്റെ പിന്നാലെ പോകുന്ന മൃഗങ്ങളുടെ പിന്നാലെ പോകുന്നവരുടെയും അവസ്ഥ കണ്ട് എങ്കിലും ഭൂവാസികൾ ദൈവത്തെങ്കിലേക്ക് തിരികെ വരണം എന്നാണ് ഇവിടെ അർത്ഥമാക്കുക. ഇപ്പോൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം കണ്ട അതേ ആശയത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഇവിടെയുള്ളത്. ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന ആ ജനതകളുടെ അവസ്ഥ എന്തായിരിക്കും? എന്താണ് അവർക്കുള്ള ദൈവപദ്ധതി? അവർക്കുള്ള ദൈവപദ്ധതി ഇതാണ്: അവരും മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരികെ വരണം. അപ്പോൾ അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 12-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുന്നു. 12-ാമത്തെ വാക്യം: ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തി. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും യേശുവിൻ്റെ വിശ്വാസവും പാലിക്കുന്ന വിശുദ്ധരുടെ സഹനശക്തി. ഈ വാക്യം നമ്മൾ നോക്കിയപ്പോൾ വിചിന്തന വിഷയമാക്കാം. അപ്പോൾ ഇത് ആരാധന സമൂഹത്തിനുള്ള സന്ദേശമാണ്. അപ്പോൾ നാം നേരത്തെ ഈ വിചിന്തനം നമ്മുടെ വിചിന്തനത്തിൽ കണ്ടിരുന്നു. ഈ വെളിപാട് ഗ്രന്ഥം ദൈവജനത്തിനുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ ഈ ഭീകര ദൃശ്യങ്ങളുടെ ഇടയ്ക്കെല്ലാം വീണ്ടും ആരാധകരിലേക്ക് ഗ്രന്ഥകാരൻ വരുന്നു. എന്നിട്ട് അവരോടാണ് പറയുന്നത്, ഇവിടെയാണ് ആ ജ്ഞാനത്തിൻ്റെ ആവശ്യകത. അതായത് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അത് ഇവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, അതിൻ്റെ തനിനിറം ഇവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർക്കുള്ള ഒരു സന്ദേശം തിരിച്ചറിയാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ കാണുക. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ. നമുക്കറിയാം, നമ്മൾ വെളിപാടിൻ്റെ ആരംഭം മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ യോഹന്നാനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. വെളിപാട് 1:2 യോഹന്നാൻ ദൈവവചനത്തിനും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തിനും സാക്ഷ്യം നൽകി. അപ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ തന്നെ ദൈവകൽപ്പന പാലിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവകൽപ്പനകൾ പാലിക്കുന്നവർ അത് ദൈവജനം തന്നെയാണ്. ഇനി യേശുവിൻ്റെ ആ വിശ്വാസം. അപ്പോൾ യേശുവിൻ്റെ വിശ്വാസം എന്നത് നമുക്ക് 2 വിധത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, യേശുവിൻ്റെ വിശ്വാസം, അത് യേശുവിൻ്റെ ആ സാക്ഷ്യത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണത്. ഇനി രണ്ടാമത്തേത് യേശുവിൽ നമുക്കുള്ള ആ ഒരു വിശ്വാസം. അപ്പോൾ ആദ്യത്തേത് യേശുവിൽ നിന്ന് സ്വീകരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ പാരമ്പര്യം. അപ്പോൾ യേശു എപ്രകാരം തൻ്റെ ജീവിതത്തിൽ ആ ദൈവ പദ്ധതികളോട് വിശ്വസ്തത പുലർത്തിയോ, അവിടുന്ന് കുരിശുമരണത്തോളം അവിടുന്ന് വിശ്വസ്ത പുലർത്തിയോ, അപ്പോൾ അത് ആ മാതൃക നാം പിൻചെല്ലേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അതാണ് 1-ാമത്തെ അർത്ഥം. പിന്നെ രണ്ടാമത്തേത് യേശുവിലുള്ള ആ വിശ്വാസം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിശ്വാസം അർപ്പിക്കേണ്ടത് യേശുവിലാണ്, സാമ്രാജ്യ ശക്തികളിലല്ല, അതായത് തിന്മകളുടെ ശക്തികളിലൊന്നുമല്ല. അപ്പോൾ യേശുവിനോട് വിശ്വസ്തത പുലർത്തുക എന്നതാണ് ഇവിടെ അർത്ഥമാക്കുക. അപ്പോൾ പാലിക്കുക, വിശ്വാസം പാലിക്കുക, ദൈവകൽപ്പനകൾ പാലിക്കുക എന്ന് പറയുമ്പോൾ അതും നമുക്കറിയാം, അത് ജീവിതത്തിൽ യേശുവിൻ്റെ മാർഗം പിൻചെല്ലുന്നതിനെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ 1-ാമത്തെ അധ്യായം മുതൽ തന്നെ ആ വചനം പാലിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള വിശ്വസ്തതയും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാർഗം പിൻചെല്ലുകയും ഒക്കെയാണ് ഇത് അർത്ഥമാക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശ്രവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുന്നു. അപ്പോൾ അതിനുള്ള ക്ഷണം നമ്മൾ 2-ാമത്തെയും 3-ാമത്തെയും അധ്യായത്തിൽ ആത്മാവ് പറയുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെയെല്ലാം ആ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് അവർ കടപ്പെട്ടിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ വചനം പാലിക്കുന്നവർ അവർ അനുഗ്രഹീതരാണ് എന്ന്. ഉദാഹരണത്തിന് ലൂക്ക 11:28 അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അതുപോലെ തന്നെ യോഹന്നാൻ 13:17 ഇക്കാര്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ അനുഗ്രഹീതർ. അപ്പോൾ യേശുവിൻ്റെ വചനങ്ങൾ സ്വീകരിച്ച് അത് പാലിക്കുക എന്നതാണ് ദൈവജനത്തിൻ്റെ കടമ. ഇത് വിശ്വാസം നിഷേധിക്കാതിരിക്കുകയാണ്. 3-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ വെളിപാട് 3:8 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ
ദൈവത്തെ ആരാധിക്കുക എന്നു തന്നെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് ഭൂവാസികൾക്കുള്ള ആഹ്വാനമാണ്. അതായത് തിന്മയുടെ ശക്തികൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ കണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരികെ വരിക. അതോടൊപ്പം തന്നെ ദൈവജനത്തിനും ഉള്ള ഒരു സന്ദേശമുണ്ട്. നിങ്ങളുടെ ചുറ്റും കാണുന്ന ആ കാര്യങ്ങളുടെ തനിനിറം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊക്കെ ആശ്രയമർപ്പിക്കുവാനായിട്ട് നിങ്ങൾക്കൊക്കെ പ്രലോഭനമുണ്ടാകും. ഈ റോമ സാമ്രാജ്യത്തിൻ്റെ ആർഭാടമൊക്കെ കണ്ടിട്ട് അതിൻ്റെ പിന്നാലെ പോകുവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകും. പക്ഷേ അവയുടെ അന്ത്യം ഇതായിരിക്കും എന്ന് ഗ്രന്ഥകാരൻ വരച്ചു വയ്ക്കുന്നു. ഇപ്പോൾ ബാബിലോൺ വീണുപോയി എന്നത് ഈ തിന്മ നിറഞ്ഞ ആ സാമ്രാജ്യങ്ങൾ അത് എന്നേക്കും നിലനിൽക്കുകയില്ല. അവയുടെ അന്ത്യം അത് സുനിശ്ചിതമാണ് എന്ന് ഭൂവാസികളെയും ദൈവജനത്തെയും അറിയിക്കുന്നു. അപ്പോൾ ആ ഒരു സന്ദേശം കേട്ടുകൊണ്ട് ദൈവത്തിലേക്ക് തിരികെ വരാനായിട്ടുള്ള ആഹ്വാനമാണ് ഈ ഭാഗത്ത് ഗ്രന്ഥകാരൻ നൽകുന്നത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.